ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരാകുവാൻ ശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പെടുവാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ ഒരുപാട് ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള റബ്ബാണ്. നമുക്കറിയാം, സഹായ സഹകരണ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട മാസങ്ങളും ദിവസങ്ങളുമൊക്കെയാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട്. ആരും അറിയാതെയും സഹായിച്ച് അതിനുശേഷം ആളുകൾ അറിഞ്ഞതുമൊക്കെയുമുണ്ട് നമുക്ക് പറയാൻ. എന്നാലും വളരെ വൃത്തിയിൽ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് വളരെ സ്വകാര്യമായി, വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനെ സഹായിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചിലരുടെ സഹായങ്ങൾ നൈരന്തര്യത്തിൽ നിരന്തരമായി ലഭിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അള്ളാഹു അങ്ങനെ സഹായിക്കുന്ന ആളുകൾക്ക് അവന്റെ ധന്യത നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ നമ്മളോടൊരു ചെറിയ നന്ദികേടോ അല്ലെങ്കിൽ വല്ല മോശത്തരങ്ങളോ കാണിച്ചാൽ പൊതുവെ സഹിക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നിർണായകമായ പല സന്ദർഭങ്ങളിൽ ചിലരെ നമ്മൾ സഹായിച്ചിട്ടും ആ വ്യക്തിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ
നിസ്സാരമായ ഒരു നന്ദികേട് കടന്നു വരുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരുപാട് നമ്മൾ ഷോക്കാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് താനും. അതിന്റെ പേരിൽ ചിലപ്പോൾ മാസങ്ങളോളം ദിവസങ്ങളോളമൊക്കെ അകൽച്ചയുമൊക്കെ സംജാതമാകാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യരായ ചില ആളുകൾ മനുഷ്യരായ ചിലരോട് കാണിക്കുന്ന ഈ വ്യവസ്ഥക്കേടുകൾ തന്നെ നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്ത വിധം നമ്മളെ വിഷമിപ്പിക്കാറുണ്ടെങ്കിൽ പ്രപഞ്ചനാഥനായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് നമ്മെ സസൂക്ഷ്മം നിരീക്ഷിച്ച് നമുക്കെന്താണോ ആവശ്യമെന്ന് നമ്മേക്കാൾ കൃത്യമായി അറിയുന്ന, നമുക്കേതാണോ ഭൂഷണം അത് കൃത്യമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, നമുക്കേതാണോ അരുതാത്തത് അത് നമ്മളിൽ നിന്ന് തടഞ്ഞുകൊണ്ട് നമ്മളെ സുരക്ഷിതമാക്കുന്ന റഹ്മാനായ റബ്ബിനോട് ഒരുപാട് നന്ദി കാണിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആദിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فبسطن به جمعا إن الإنسان لربه لكنود എന്നിങ്ങനെ ഓതി നിരവധി ആയത്തുകളുടെ അകമ്പടിയോടെ നല്ലൊരു മെസ്സേജ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വൽആദിയാതി ളബഹ, കിതച്ചോടുന്നവയും, ഫൽമൂരിയാതി ഖദ്ഹ, അതിന്റെ കുളമ്പുകൾ കല്ലിലുരസിയിട്ട് ഇങ്ങനെ തീപ്പൊരി പാറിക്കൊണ്ട് വളരെ വലിയ വേഗതയിൽ കിതച്ചോടുന്ന ഓടുന്ന കുതിരയെ പറ്റിയാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറി അതിനെന്തെങ്കിലും പറ്റുമോ എന്നൊന്നും നോക്കാതെ തന്റെ പുറത്തിരിക്കുന്ന യജമാനനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച് ശത്രുപാളയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ തന്റെ യജമാനന് ഏറ്റവും വലിയ ബാക്ക് ബോണായി നിലനിന്നുകൊണ്ടിരിക്കുന്ന, മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ധൈര്യപൂർവം അതിവേഗതയിൽ അങ്ങനെ ഒരു കുതിരയെ പറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് ആദിയാത്തിൽ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നുണ്ട് ഫൽ മുഗൈറാത്തി സുബ്ഹ, അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തുകയാണ്. ഫഅതർന ബിഹി നഗ്അ, എന്നിട്ട് അതിൽ അവ ഇളക്കിവിട്ടു. ഈ പൊട്ടിപ്പടലങ്ങളും ധൂമപാളികളിൽ വമ്പിച്ച നീക്കം കാരണത്താൽ പൊട്ടിപ്പാറിച്ച് തീപ്പൊരി പാറിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. യജമാനന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാൽ മനുഷ്യരുടെ കാര്യം പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രക്ഷിതാവായ റബ്ബിനോട് നന്ദി കെട്ടവരാണ്. നമ്മളും തിരിച്ചോടുന്നുണ്ട്. നമ്മളും നമ്മളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനെ അവലംബിക്കുന്നുണ്ട്. അവന്റെ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം. പക്ഷേ പലപ്പോഴും നമ്മൾ നന്ദിയില്ലാത്തവരായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി എണ്ണി നോക്കിയാൽ വൈൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും അധികം അനുഗ്രഹങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാഹു നമ്മളോട് കാണിക്കുന്ന ചെറിയ അനുഗ്രഹത്തിന് ഈ ജന്മം മുഴുവനും നന്ദി കാണിച്ചാൽ പോലും മതിയാകാത്തത്ര വലുപ്പമുള്ളതാണത്. നമ്മളെല്ലാവരും നന്ദിയുള്ളവരാകും. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മുകളിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതിയത് കൊണ്ടോ, നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഗോപുരത്തിന്റെ മുന്നിൽ സുബ്ഹാനല്ലാഹ് എന്ന് എഴുതിയത് കൊണ്ടൊന്നും ഒതുങ്ങുന്നതല്ല ഈ നന്ദി പ്രകടനം. മറിച്ച് അല്ലാഹു ഇനിയും നമുക്ക് നൽകാൻ മാത്രമുള്ള പ്രതിബദ്ധതയും കൂറും അംഗീകാരവും അർപ്പണവും നമ്മുടെ റബ്ബിന് നൽകുമ്പോഴാണ് അത് കിട്ടുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇല്ല എങ്കിൽ ഓരോന്നായി നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പല തവണ കേട്ടിട്ടുള്ളതാണ് ആയത്ത് വഇദ് തഅദന റബ്ബുക്കും ലഇൻ ശകർതും,
നമ്മൾ ശുക്റുള്ളവരായാൽ ലഅസീദന്നകും, നമുക്കത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. എന്നാൽ വലയിൻ കഫർതും, നമ്മൾ നിഷേധികളായാൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും കേട്ടോ എന്ന് നമുക്കൊക്കെ വളരെ സുപരിചിതമായ ആയത്താണത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഓരോന്നിന്റെയും അവസ്ഥകൾ, ഓരോരുത്തരുടെയും സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായി ഓരോരുത്തരെയും ഭവിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും അല്ലാഹനെ മറന്നുപോകുന്നു എന്നതാണ് വാസ്തവം. അവനോട് നന്ദി കാണിക്കാത്തവരായി ജീവിക്കുന്നു എന്നതാണ് സത്യം. ആ ഓരോരുത്തരുടെയും പരീക്ഷണങ്ങൾ, ഓരോരുത്തരുടെയും പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലാഹുവിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നു അവർ. ഞാൻ നേരത്തെ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഹസനത്തുണ്ടല്ലോ, നന്മ, അത് അല്ലാഹുവിൽ നിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, എന്നാൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന സയ്യിഅത്ത്, ദോഷമുണ്ടല്ലോ, അത് നിങ്ങൾ കാരണത്താൽ ഉണ്ടായതാണെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളെല്ലാവരും വളരെ സൂക്ഷ്മതയോടെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. നമുക്ക് ഖൈറുകളായി വന്നിരിക്കുന്ന ഓരോന്നും പലപ്പോഴും നമ്മൾ പറയും, അത് ഞാൻ പഠിച്ച് അധ്വാനിച്ചത് കൊണ്ടാണ്, ഞാൻ ഉറക്കമൊഴിഞ്ഞ് നേടിയത് കൊണ്ടാണ്, ഞാൻ മോനെ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭൗതികമായി നമ്മൾ ചെയ്ത അധ്വാനത്തെയാണ് നമ്മൾ അതിന്റെ പിന്നിൽ കാണാറുള്ളത്. അതോ മിടുക്കനായതുകൊണ്ട് അവന് കിട്ടിയതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ ആരും അതിന് വിഹിതം വെക്കേണ്ടതില്ല, പങ്കെടുക്കേണ്ടതില്ല, അത് ഫമിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, നമ്മളെല്ലാവരും ഈമാൻ കാര്യങ്ങളിൽ നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്ന് പഠിച്ചവരാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ പറയാണ്, നന്മയും തിന്മയും തരുന്നത് അല്ലാഹു തന്നെയാണ്, ഒരു സംശയമില്ല അതിൽ. പക്ഷേ നന്മ തരാൻ അല്ലാഹു തന്നെയാണ് കാരണം, തിന്മ തരാൻ അല്ലാഹു മാത്രമല്ല കാരണം. നമുക്ക് വന്നിരിക്കുന്ന മുസീബത്ത് നമ്മളെ വ്യക്തിപരമായി നമുക്ക് വരുന്ന അസുഖമോ വരുന്ന നഷ്ടമോ അല്ല, നമ്മളവിടെ കൂടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വരുന്ന പ്രതിസന്ധികൾ പോലും ഒരുപക്ഷേ നമ്മൾ ചെയ്യുന്ന ഏതോ പാപത്തിന്റെ കാരണത്താലായിരിക്കും. നമ്മൾ കാണുന്ന എല്ലാ വിഷമങ്ങളുടെയും പിന്നിൽ ആ വിഷമം എന്ന ആ ഒരവസ്ഥ ആസ്വദിക്കുന്നത് നമ്മളാണ്, അനുഭവിക്കുന്നത് നമ്മളാണ്. ആ അനുഭവിക്കുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി അയാൾ ചെയ്തിരിക്കുന്ന ചില പ്രശ്നങ്ങളോ ചില പാപങ്ങളോ ചില അശ്രദ്ധയോ ചില സൂക്ഷ്മതക്കുറവോ ആയിരിക്കും. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. ഈ ആയത്ത് ശരിക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒട്ടുമിക്ക തിന്മയിൽ നിന്നും നമ്മൾ മാറി നിൽക്കും. നമ്മളുടെ മക്കൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, മാനസികമായി വരുന്ന പ്രശ്നങ്ങൾ, കുടുംബപരമായി വരുന്ന പ്രശ്നങ്ങൾ, അതിന്റെ എല്ലാം ഏറ്റവും വലിയ കാരണക്കാരൻ നമ്മൾ തന്നെയാണെന്നാ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് എത്തിയിരിക്കുന്ന സമയത്ത് അവിടുത്തെ കപടവിശ്വാസികളായ ആളുകളും അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കാത്തവരായ ചിലരും കൂടി ഈ പറഞ്ഞതുപോലെ അവർക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷങ്ങൾക്ക് അള്ളാഹുവിനെ പറയുകയും ദോഷങ്ങൾക്ക് കാരണം റസൂലാണെന്ന് പറയുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പ്രവാചകൻ മദീനത്തുണ്ടായ സമയത്ത് ക്ഷാമമുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രവാചകനാണ് അതിന് കാരണമെന്ന് പറഞ്ഞ് പരത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആ സമയത്താണ് ഈ ആയത്ത് വരുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്യപ്പെടുന്ന മാസമാണ് ഈ മാസം. നമുക്കറിയാലോ, റബീഇന് സ്വാഗതം, റബീഉൽ അവ്വലിന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങുകയാണ് എല്ലാവരും. ആരാധനാലയങ്ങളൊക്കെ കല്യാണപ്പുര പോലെയാക്കുന്ന ആളുകളെല്ലാം വളരെ ജോറായിട്ട് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച നമുക്ക് റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂലും കൂട്ടരും നബിദിനം ആഘോഷിച്ചത് നമുക്ക് ചർച്ച ചെയ്യണം. സഹോദരങ്ങളെ, ഇവിടെയൊക്കെയും പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ സൂക്ഷ്മാലുക്കളായി നന്ദിയുള്ളവരായി ജീവിച്ചിട്ടില്ല എങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത്.
പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല യാ അയ്യുഹന്നാസു ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. അല്ലാഹുവിന്റെ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇന്ന് നമ്മളെല്ലാവരും എല്ലാ ഹോസ്പിറ്റലുകളിലും രോഗികളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും നമ്മുടെ ആൾക്കാരുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മളുടെ കുടുംബക്കാരുടെ വീടുകളിൽ രോഗികളായി ഒരുപാട് കുടുംബക്കാരെ നമുക്ക് പറയാനുണ്ട്. നമ്മൾ സന്ദർശിച്ചതും സന്ദർശിച്ചിട്ടില്ലാത്തതുമായ രോഗാതുരമായ അവസ്ഥയിൽ നിരവധി ആളുകളുണ്ട്. ഈ ബാംഗ്ലൂരിലെ സുപ്രധാന ഹോസ്പിറ്റലുകളിലെല്ലാം മാരക രോഗങ്ങൾ പിടിപെട്ട് ഓപ്പറേഷനുകൾക്ക് വിധേയമായവരും ആ ഓപ്പറേഷനുകൾ കാത്തിരിക്കുന്നവരുമുണ്ട്. ഒരേ ശരീരത്തിൽ നിരവധി ഓപ്പറേഷനുകൾ ചെയ്തിട്ട് ഒരു പരിഹാരവും കിട്ടാതെ അമ്പരന്ന് നിൽക്കുന്ന ആളുകളുണ്ട്, പ്രതിസന്ധിയിലായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ സത്യവിശ്വാസികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട ഭാഗത്ത് സൂക്ഷിക്കുവാൻ, ശ്രദ്ധിക്കേണ്ട ഭാഗത്ത് ശ്രദ്ധിക്കുവാൻ, അവരവരാൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചെടുക്കുവാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നൽകിയ റബ്ബിലാണ് ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം. അള്ളാഹിനെ മറന്നു പോകുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ അല്പം പാലിക്കാത്തവരായി നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നതിന്റെ അപ്പുറത്തൊരു വലിയ സെക്യൂരിറ്റി ആ ഭക്ഷണം നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ കൂടി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. അൽഹംദുലില്ലാ എന്ന് ചെല്ലുമ്പോൾ സർവാധിനാഥനായ പടച്ച തമ്പുരാന് സർവസ്തുതിയും. ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, കിട്ടാത്തവരുണ്ട്, കിട്ടിയിട്ട് വിഴുങ്ങാൻ കഴിയാത്തവരുണ്ട്, ചവയ്ക്കാൻ കഴിയാത്തവരുണ്ട്. ആമാശയത്തിൽ എത്തിയ ഭക്ഷണം ആമാശയം എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാത്തതിന്റെ പേരിൽ ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ആമാശയത്തിലേക്ക് എൻസൈമുകൾ ലഭിക്കാനായി ഭക്ഷണത്തിന്റെ മുകളിൽ 6ഉം 7ഉം ടാബ്ലറ്റുകൾ കഴിച്ചിട്ട് ദഹിപ്പിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കി, എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന്റെ പിന്നിൽ നിന്ന് അത് ദഹിപ്പിക്കാനുള്ള മെഡിസിൻ കഴിക്കേണ്ടി വരിക. എന്തൊരു പരീക്ഷണ പ്രിയപ്പെട്ടവരെ. ചെറിയ പൈതങ്ങളുണ്ട് അങ്ങനെയുള്ളത്. കുടലുകൾക്ക് വലിപ്പക്കുറവുകളുള്ളവർ, മലദ്വാരമില്ലാത്തവർ, അങ്ങനെ ജനിക്കുന്നവർ, എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ കാണുന്നത്. ചെറിയ പിഞ്ചോമന മക്കൾക്ക് ബ്രെയിനിൽ ട്യൂമറുകൾ, പ്രശ്നങ്ങൾ, ക്യാൻസറുകൾ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിലാണ്. സഹോദരങ്ങളെ, ഇവിടെയൊക്കെയും നമ്മളൊക്കെ കണ്ണു തുറക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ലോകം പോകുന്നത്. കരളിലെ ക്യാൻസറും അതേപോലെ കുടലിലെ ക്യാൻസറും കിഡ്നിയിലെ പ്രശ്നങ്ങളും ഒക്കെയായിട്ട് നിരവധി കേസുകളാണ് നമുക്ക് പറയാനുള്ളത്. കേട്ട് 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 നമ്മളൊക്കെ ഇങ്ങനെ മരവിച്ച് കുലുങ്ങാത്ത അവസ്ഥയിലാണുള്ളത്. ഇനി കുലുങ്ങണമെങ്കിൽ നമ്മളിലേക്ക് അത് പ്രവേശിക്കണം. നമ്മുടെ വീടകങ്ങളിലുണ്ടത്, നമ്മുടെ മക്കളിലുണ്ടത്, മാതാപിതാക്കളിലുണ്ടത്. നമ്മളിൽ ഓരോരുത്തരിലേക്കും കടന്നു വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടേക്കാണ് മനുഷ്യരുടെ അശ്രദ്ധ അവനെ നയിക്കുന്നത് എന്ന് അവന്റെ പ്രയാസങ്ങളെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. എത്രത്തോളം അവർ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടുണ്ട് എന്ന്. അതായത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്കും ലഭിക്കുന്നത് തന്നെയാണ് രോഗം. പക്ഷെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് എവിടെയൊക്കെയോ ഇസ്ലാമികമായ നിയമങ്ങൾ കാറ്റിൽ പറത്തിയത് കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർദ്, നിങ്ങൾ ഭക്ഷിച്ചോളൂ ഈ ഭൂമിയിൽ നിന്ന്, ഹലാലൻ ത്വയ്യിബ, ഹലാലായതും ത്വയ്യിബായതും നിങ്ങൾ ഭക്ഷിച്ചോളൂ. എത്ര രോഗങ്ങളുടെ പിന്നിൽ ഭക്ഷണം എന്ന കാരണക്കാരൻ വരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. ഏതെല്ലാം രോഗങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ എത്ര ഭക്ഷണങ്ങൾ വിലക്കാറുണ്ട് ഡോക്ടർമാർ. എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ്, ഭൂമിയിൽ നിന്ന് ഏറ്റവും ത്വയ്യിബായത് ഭക്ഷിക്കാൻ, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുവാൻ സത്യവിശ്വാസികളോട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി അപകടങ്ങൾ, രോഗം പോലെ തന്നെയാണ് അപകടങ്ങൾ. ഓരോ ആളുകൾക്കും അവയവങ്ങൾ നഷ്ടപ്പെടുന്നു, ആളുകളെ നഷ്ടപ്പെടുന്നു. രാത്രി ഒന്നിച്ച് കിടന്നുറങ്ങിയ ആൾ രാവിലെ എഴുന്നേൽക്കാത്ത അവസ്ഥ വരുന്നു. രാത്രി അമ്മിഞ്ഞപ്പാല് കുടിച്ച കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കാത്ത അവസ്ഥ വരുന്നു. രാത്രി യാത്ര പറഞ്ഞു പോയ ഭർത്താവ് വഴിമധ്യ വെച്ച് മരണപ്പെട്ടു എന്നറിയുന്നു. വാപ്പാന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വന്ന മകൻ തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റിൽ മരിക്കുന്നു. എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എല്ലായിടത്തും മുസീബത്തും പ്രതിസന്ധികളും സത്യവിശ്വാസികളെ കൊള്ളാതെ വരും.
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. മുഅ്മിനീങ്ങളെ കൊള്ള ഇതെല്ലാം വരും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും ചെറിയൊരു നന്ദി കൊണ്ട് തീരുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ അത് നമുക്ക് അള്ളാഹു നിലനിർത്തി തരികയുള്ളൂ. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധരായാൽ, അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട്, അവർ എന്നെ ഒരൽപ്പമല്ലാതെ ഓർക്കുന്നു പോലുമില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ എന്നെ മറ്റുള്ള ആളുകളോടൊപ്പം ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അശ്രദ്ധരാണ് എന്ന് പറയുന്നില്ല. എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്ന റബ്ബ് കൃത്യമായി അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജൻ, പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതൊക്കെ ഏത് സെക്കൻഡിലും നിലക്കുമ്പോഴേക്കും ഇവിടെ വെച്ച് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നന്നാവല്ലാരും അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ച് ആവേശത്തിലൊന്നും ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യരുത്. അതിന്റെ കൃത്യമായ ഉറവിടത്തിൽ നിന്നത് പഠിച്ച് ബോധ്യപ്പെട്ട് ആ പഠിച്ചിരിക്കുന്ന അറിവിനെ കർമ്മപഥത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പിന്നണിയിൽ അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ട്, സഹാബികൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ പുത്രിമാര് ചെയ്തിട്ടുണ്ട്, ഭാര്യമാര് ചെയ്തിട്ടുണ്ട്, പ്രവാചകന്റെ കൂടെ മണിക്കൂറുകളോളം ഒരു ദിവസത്തിൽ വലിയ സമയം ചെലവഴിച്ചിരിക്കുന്ന സഹാബാക്കൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് കിട്ടിയ ഓരോ ചെറിയ ചെറിയ അനുഗ്രഹമെന്ന് നമുക്ക് തോന്നുന്ന അനുഗ്രഹങ്ങൾ അത് വലിയ വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി നന്ദിയുള്ളവരായി ജീവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം നമുക്ക് വരും. അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളിൽ നിന്ന് അവന്റെ ശ്രദ്ധ എടുത്തു കളഞ്ഞാൽ നിരവധി അപകടങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് നമ്മൾ ഭയപ്പെടണം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തുക എന്നതാണ് ഒന്നാമത്തെ മാനദണ്ഡം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അതെന്തൊന്ന് പഠിപ്പിച്ചു തന്നുവോ അവിടേക്ക് നമ്മൾ നിൽക്കണം. അള്ളാന്റെ ഖുർആൻ പറയില്ലേ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ പറ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞു കൊടുക്ക് നബിയെ എന്ന്. അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. എന്തൊരു ഓഫറാ പ്രിയപ്പെട്ടവരെ! റസൂലുള്ളാഹിനെ നമ്മൾ അനുസരിച്ചാൽ അല്ലാഹു നമ്മളെ സ്നേഹിക്കും, നമ്മളെ പാപങ്ങൾ പുറത്തു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, എത്ര ചര്യകൾ അറിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ബാപ്പനെ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ പ്രകടിപ്പിക്കുക? വാപ്പാനെ അനുസരിച്ചുകൊണ്ടും അനുധാവനം ചെയ്തുകൊണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതാണ്. പ്രവാചകനെ റോൾ മോഡലാക്കുക, അതല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് അവരെങ്ങനെ നബിദിനം നടത്തി, അങ്ങനെ നടത്തുക. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ബാനർ പിടിച്ച് മുന്നിൽ നിന്ന്, അലിയാർ തങ്ങളും സഹാബാക്കളും ബാൻഡ് വിളിയും നാദസ്വരങ്ങളുമായി പിന്നിൽ നിന്ന് ആനപ്പുറത്തൊരുത്തനെ കയറ്റി ശ്രീകൃഷ്ണ ജയന്തിയും ക്രിസ്മസും ആഘോഷിക്കുന്ന നമ്മുടെ സഹോദര മതക്കാരായ സഹോദരങ്ങൾ അല്ലേ, മുസ്ലിങ്ങളിൽ പെടാത്ത ആളുകൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ പോലെ തന്നെ ഈ പറഞ്ഞ ശങ്കിനകത്തും അതുപോലെയുള്ള ഓരോ മോഡലുകൾക്കുള്ളിൽ ഉണ്ണി മുഹമ്മദിനെ അല്ലേ, ഉണ്ണി യേശു വന്നു, ഉണ്ണി കൃഷ്ണൻ വന്നു, ഉണ്ണി മുഹമ്മദിനെ നമ്മൾ ഇറക്കി. ഒരേ പാർട്ടി ഇതെല്ലാം ചെയ്യുന്നത്. ഒറ്റ ടീമിന് ഒരു ഇവന്റിനെ ഏൽപ്പിച്ചാൽ എല്ലാം റെഡിയാണ്. എവിടെ എത്തി നമ്മുടെ സമുദായം? ആരായിരുന്നു അങ്ങനെ വേഷം കെട്ടിയിട്ട് ഇതുപോലെയുള്ള ഘോഷയാത്രയിൽ നിന്നിരുന്നത്? അപ്പൊ ചോദിക്കും, ആ കാലത്ത് മൈക്ക് ഉണ്ടായിരുന്നോ, AC ഉണ്ടായിരുന്നോ എന്നൊക്കെ. സഹോദരങ്ങളെ, ഇബാദത്തായിട്ട് ചെയ്യുന്നതിന് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖ വേണം. മുആമലാത്തായി ചെയ്തു ഈ പെൻ ഷർട്ട് ഒന്നും ഉണ്ടായിരുന്നോ? ഇതൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രസ് ഒന്നും ഉണ്ടായിരുന്നോ? ഇബാദാത്തും മുആമലാത്തും തമ്മിൽ നിങ്ങൾ മിക്സ് ചെയ്യണം. മുആമലാത്തിൽ പെട്ടതാണ് ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ.
ഇബാദത്തായിട്ടാണ് എന്ത് വരുന്നത്, നബിദിനം വരുന്നത്. വലിയ പ്രതിഫലമാണ്, ഹജ്ജിനേക്കാളും പ്രതിഫലമാണ്, റമദാനിനേക്കാളും പോരിശയുള്ള മാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇബാദത്തിലേക്ക് അത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് രേഖ ആവശ്യമുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് ശേഷം 63 കൊല്ലം ജീവിച്ച മനുഷ്യനാണല്ലോ. അദ്ദേഹം ഉണ്ടായിരിക്കെ ഒരു നബിദിനം സംഘടിപ്പിക്കലാണല്ലോ അതിൽ രസം അല്ലേ? ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. ഇനി നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ, ഞാൻ ചെറിയ യുക്തികൾ മാത്രം പറയണം. ഈ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ മറ്റു പ്രവാചകന്മാരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കാറുണ്ടോ? നമ്മുടെ ആളുകളുടെ ആഘോഷിക്കാറുണ്ടോ? ആണ്ട് ആഘോഷിക്കുന്നത് പോലെ വാപ്പന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ടോ? ആഘോഷിക്കാറുണ്ടോ? യേശുക്രിസ്തു മരിച്ച ദിവസം, കുരിശിലേറ്റിയ ദിവസം അവരാഘോഷിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഇടപെടാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താ, ഇതൊരു വാശിപ്പുറത്തൊന്നും ഇത് കാണരുത്. അന്നേരം നമ്മളിങ്ങനെ രേഖ തപ്പിട്ട് പോവുക ചെയ്യാം. ഒരു സുന്നത്തായ കർമ്മം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. ദീനിൽ ഇല്ലാത്തൊരു സാധനം ദീനിൽ ഉണ്ടെന്ന് വിചാരിച്ച്, അതും ബോധപൂർവം അരത്തെളിവുകൾ എടുത്ത് ദീനിലുള്ളതാണെന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്തായിട്ട് രൂപപ്പെടും. കുല്ലു ബിദ്അത്തിൻ കുല്ലു വലാലത്ത്, നമ്മൾ പറയാറില്ലേ, കുല്ലു ബിദ്അത്തിൻ വലാല ഫകുല്ലു വലാലത്തിൻ ഫിന്നാർ, നരകത്തിലേക്ക് അതെത്തുക. എന്നാൽ സംശയാസ്പദമായിട്ട് ഒരാൾ അത് മാറ്റി നിർത്തുന്നതുകൊണ്ട് എന്താ അയാൾക്ക് നഷ്ടപ്പെടുന്നത്? അയാൾക്ക് എന്താ നഷ്ടപ്പെടുന്നത്? അയാൾ പഠിച്ച് ബോധവാന്മാരാകുന്നത് വരെ അവൾ നിൽക്കട്ടെ. 2 ഗ്ലാസ് പാലിൽ ഒരു പാലിൽ എന്തോ ഒന്ന് വീണിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ തൽക്കാലം കുടിക്കാതിരിക്കുന്നത് പോലെ ദീനിൽ കൃത്യമായി ബോധ്യപ്പെടാത്തൊരു വിഷയം പഠിച്ചെടുക്കുന്നത് വരെ അയാൾ എന്ത് ചെയ്യണം? അത് ദീനിലുള്ളതായിട്ട് കാണാൻ പോലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ആസ്വദിച്ചുകൊണ്ട് അവന്റെ ദീനിന്റെ ഉള്ളിൽ ദീനിലില്ലാത്തത് കലർത്തലാണ് ഏറ്റവും വലിയ നന്ദികേട് പ്രിയപ്പെട്ടവരെ. അതിലേക്ക് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ അടുക്കാവൂ. വലിയ അപകടം അതിന്റെ ഉള്ളിൽ പതിയിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്ന ബിദ്അത്തുകളെ വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കുവാനാ പറഞ്ഞത്. ഹറാമുകൾ നമുക്കറിയാം, ചെയ്യുന്ന ആളുകൾ ബേജാറിലും ആളുകൾ അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഹറാമുകൾ ചെയ്യാറുള്ളത്. അത് പബ്ലിക്കിൽ പരക്കുന്നത് അയാൾക്ക് വലിയ വിഷമാണ്, പ്രയാസമാണ്. അയാൾ അത് സൂക്ഷിക്കാറുണ്ട്. ഹറാമുകൾ എല്ലാവരും അറപ്പോടെയാണ് കാണാറുള്ളത്. എന്നാൽ ബിദ്അത്തുകളുടെ പ്രത്യേകത എന്താ? ബിദ്അത്തുകൾ ആളുകൾ അറിയാനാണ് ആളുകൾ വിചാരിക്കുക. ദീനിന്റെ കാര്യമില്ലെന്ന് വിചാരിച്ചത് പബ്ലിസിറ്റി കൂട്ടാനാണ് ആളുകൾ വിചാരിക്കുക. ബിദ്അത്തിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ബിദ്അത്തുകാരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. ദീനിൽ ഇല്ലാത്തൊരു കാര്യം ദീനിലുള്ളതാണെന്ന് വിചാരിച്ച് ചെയ്താൽ പ്രശ്നം ഗുരുതരമാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അഖ്ലസഹു വഅസ്വബഹു, അദ്ദേഹം പറയുന്നു ഒരു അമൽ ഇഖ്ലാസുള്ളതും ശരിയായതുമായിരിക്കണം. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഹേ അബു അലി, ഇഖ്ലാസുള്ളതും ശരിയായതും എന്നാൽ എന്താണ്? അന്നേരം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അമൽ ഇഖ്ലാസുള്ളതും ശരിയായതുമല്ലാത്തതുമാണെങ്കിൽ അവ സ്വീകരിക്കപ്പെടുകയും, ഇഖ്ലാസ് ഉണ്ട് പക്ഷെ ശരിയല്ല, അത് സ്വീകരിക്കപ്പെടുകയും. ഇനി അത് ശരിയായതും ഇഖ്ലാസ് ഇല്ലാത്തതുമാണെങ്കിലോ അതും സ്വീകരിക്കപ്പെടുകയും. ശരിയായ ഒരു ഇബാദത്ത് ഇഖ്ലാസ് ഇല്ലാതെ ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല. ഇനിയോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇഖ്ലാസ് എന്നാൽ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കലാണ്. ശരിയായത് എന്ന് പറഞ്ഞാൽ സുന്നത്തിനോട് യോജിച്ചത്. ചിന്തിച്ചു നോക്കിയേ, ഏതൊരു കർമ്മം എടുക്കുമ്പോഴും ഈ 2 സാധനം നമ്മളെ കയ്യിൽ വേണ്ടിയത്. ഒന്ന് ഇഖ്ലാസ്, അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കാറുള്ളത്. എന്നാൽ രണ്ടാമത്തതോ ശരിയാകുക എന്നുള്ളത്. എങ്ങനെയാണ് ശരിയാവേണ്ടത്? സുന്നത്തിനോട് യോജിച്ചതായിരിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഇല്ല എങ്കിൽ അത് സ്വീകരിക്കില്ല കർമ്മം. ഇതാണ് ഏറ്റവും വലിയ നിബന്ധന ഏതൊരു സൽക്കർമ്മത്തിന്റെയും. ഇനിയോ സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒന്നാണ്, നമ്മളുടെ ജീവിതത്തിലെ പാപങ്ങൾ നിമിത്തം നമുക്ക് സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഒറിജിനലായ കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൂലി നിശ്ചയിച്ച് പ്രതിഫലം പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ പലരും ആബ്സെന്റ് ആണ്. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെയുള്ള സംഗതികൾ ആഘോഷിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും എന്റെ സ്നേഹിതരാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ചു, ഇങ്ങനെയുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ജോറായിട്ട് ചെയ്യുന്ന ആളുകൾ സംശയമില്ലാത്ത സംഗതികളിൽ പലപ്പോഴും ഫെയിലായിട്ട് നമ്മൾ കാണാറുള്ളത്. സംശയമില്ലാത്ത സംഗതി ഉഷാറാക്കി എടുക്കുന്നവർക്ക് ഇതും കൂടി വന്നോട്ടെ എന്നാണെങ്കിൽ ഓക്കെ. അങ്ങനെയും പോലും അല്ല. അവരുടെ ജീവിതത്തിലെ പലപ്പോഴും, എല്ലാവരെ പറ്റിയാ പറയുന്നത്, ഞാനടക്കമുള്ള ആളുകൾ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ടോ, നമ്മളുടെ സൽക്കർമ്മങ്ങൾ അതുകൊണ്ട് തടയപ്പെടാൻ സാധ്യതയുണ്ട്. മഹാനായ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് പറയുന്നു, എന്താ അദ്ദേഹം പറയുന്നത്? ഖുർസുൽ ഹാരിസിയുടെ അടുക്കലേക്ക് അദ്ദേഹം പോയി. ആ സമയത്ത് അദ്ദേഹം കരയുന്നതായിട്ട് കണ്ടു. അപ്പൊ ആ സമയത്ത് അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ചോദിച്ചു, എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, ഇന്നലെ ഞാൻ ഖുർആനിൽ നിന്ന് എനിക്കുള്ള ഭാഗം ഓതിയിട്ടില്ല. സാധാരണ ഒരു പോർഷൻ വെച്ച് സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന അദ്ദേഹം പറയാണ്, ഇന്നലെ ഞാൻ ഓതേണ്ട ആ സമയത്ത് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല എന്റെ ഭാഗം. ഇത് ഞാൻ ചെയ്ത ഏതോ ഒരു പാപം കാരണമാണെന്നല്ലാതെ മറ്റൊന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ഒരു പണ്ഡിതൻ ഒരു ദിവസം ഖുർആൻ ഓതാതെ ഒഴിഞ്ഞു പോയപ്പോ അദ്ദേഹം പിറ്റേ ദിവസം ഇരുന്ന് കരയാണ്. എന്റെ ഏതോ തെറ്റ് കാരണത്താലല്ലാതെ ആ ഖുർആനോത്തിൽ നിന്ന് ഞാൻ ഇന്നലെ മുടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല, എന്തോ ഒരു പാപാണ് കാരണം. നമ്മൾ ചിന്തിച്ചു, ചെറിയൊരു നമ്മളെ കൂടെയുള്ള ജീവിതത്തിൽ നമ്മളെ കൂടപ്പുറപ്പായി നിൽക്കുന്ന ഒരു തിന്മയായിരിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചില നന്മകളെ അതിന് പൂട്ടിടുന്നത്, ലോക്കിടുന്നതായിരിക്കും. എല്ലാരും സ്വന്തം പരിശോധിക്കുക. ചെറിയ പോരായ്മകളായിരിക്കും, സംസാരത്തിലെ പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിനോട് ഇടപെടുന്നിടത്തുള്ള പ്രശ്നമായിരിക്കും, സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അഹങ്കാരമായിരിക്കും, ചിലപ്പോൾ അസൂയയായിരിക്കും, ചിലപ്പോൾ ഊഹമായിരിക്കും, ചിലപ്പോൾ സുന്നത്തിനോടുള്ള നിഷേധ സ്വഭാവമായിരിക്കും, ചിലപ്പോൾ പരിഹാസമായിരിക്കും, ചിലപ്പോൾ കളവ് പറയലായിരിക്കും. ഏതെങ്കിലും, ഇത് ഞാൻ വലുതൊന്നും എണ്ണീറ്റില്ല കേട്ടോ, ഏതെങ്കിലും ചെറിയ ചെറിയ പാപങ്ങൾ കാരണത്താൽ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന, നമുക്ക് തൗഫീഖുള്ള അവസരങ്ങൾ ഒത്തുവന്നിട്ടും അമലുകൾ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ പോരായ്മയായിരിക്കും കാരണമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകം മറക്കാതെ ജീവിക്കുക, അതിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക. ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലുമായിട്ട് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അത്ഭുതപ്പെട്ടു പോകുന്ന മരണങ്ങൾ. നല്ലോണം രാത്രിയിൽ സംസാരിച്ച് ഉറങ്ങിയ മനുഷ്യൻ രാവിലെ ആകുമ്പോഴത്തേക്ക് മരണപ്പെട്ടു പോവുക. അതുപോലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഈ ബാംഗ്ലൂരിലേക്ക് വരെ ചികിത്സാർത്ഥം വന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗാതുരമായ അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവന്റെ ശിഫ എന്ന മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു അവർക്ക് ശിഫയും സമാധാനവും നൽകി അവർക്ക് പഴയതുപോലെ ഊർജ്ജസ്വലതയോടുകൂടി അവന്റെ മാർഗത്തിൽ കർമ്മധർമ്മ സംഗതികളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് അവന്റെ ജന്നാത്തുൻ നഈമിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു മനസ്സമാധാനം നൽകുമാറാവട്ടെ. അവർക്ക് ഏറ്റവും നല്ല സന്തോഷം അല്ലാഹു പകരം നൽകുമാറാവട്ടെ. അല്ലാഹു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഉമ്മ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ പൊന്നോമന മക്കൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു സ്വർഗത്തിൽ ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم اكفني بحلالك عن حرامك وأغننا بفضلك عمن سواك. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.